Good morning, students. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചില പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പ്രോപ്പർട്ടി ഇതാണ്: if θ1 plus θ2 is equal to 90 degree, then tan θ1 into tan θ2 is equal to 1. Cot θ1 into cot θ2 is equal to 1. നേരെ തിരിച്ചു വന്നാലും tan θ1 into tan θ2 1 ആണെങ്കിൽ θ1 plus θ2 എന്തായിരിക്കും? 90 ആയിരിക്കും. Cot θ1 into cot θ2 1 ആണെങ്കിൽ θ1 plus θ2 എന്തായിരിക്കും? 90 ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്: tan 15 ഡിഗ്രി, tan 30 ഡിഗ്രി, tan 45 ഡിഗ്രി, tan 60 ഡിഗ്രി, tan 75 ഡിഗ്രി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ അവസാനത്തെ എടുക്കുന്നു. tan 50 ഡിഗ്രി, tan 75 ഡിഗ്രി. ഇതിൽ 15ഉം 75ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടണേ? 90 ഡിഗ്രി. അപ്പോൾ tan 15 into tan 75 എത്രയാണ്? 1. അതുപോലെ tan 30 ഡിഗ്രിയും tan 60 ഡിഗ്രി എടുക്കുന്നു. 30ഉം 60ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടണേ? 90 ഡിഗ്രി. Therefore ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1. tan 45ന്റെ വാല്യൂ നമുക്ക് അറിയാം, എത്രയാണ്? 1. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 1. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമുക്ക് tan 5 തീറ്റ into tan 4 is equal to 1. Find tan 3 തീറ്റ. tan 3 തീറ്റ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ tan 5 തീറ്റ into tan 4 തീറ്റ is equal to 1 ആണെങ്കിൽ tan θ1 into tan θ2 is equal to 1 ആണെങ്കിൽ 5 തീറ്റ plus 4 തീറ്റ സമം എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോ 5 തീറ്റ plus 4 തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 9 തീറ്റ is equal to 90 ഡിഗ്രി. അപ്പൊ തീറ്റ സമം എത്രയാ? 10 ഡിഗ്രി. തീറ്റയുടെ വാല്യൂ 10 ഡിഗ്രി. Therefore tan 3 തീറ്റ 3 into 10 ഡിഗ്രി tan 30 ഡിഗ്രി. tan 30 ഡിഗ്രി എത്രയാണ്? 1/√. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കോട്ട് 11 തീറ്റ cot 7 theta is equal to 1. Then find tan 9 theta. Find tan 9 theta. Tan 9 theta കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? cot 11 theta into cot 7 theta is equal to 1 എന്നാണ് അല്ലെ? cot θ1 into cot θ2 is equal to 1 ആണെങ്കിൽ 11 theta plus 7 theta സമം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 18 theta സമം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ തീറ്റ സമയം എന്തായിരിക്കും? ഈ 90 ഡിഗ്രിനെ 18 ഹെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 5 ഡിഗ്രി. Therefore tan 9 into 5 അപ്പൊ എത്ര കിട്ടണേ? tan 45 കിട്ടും. നമുക്ക് അതിന്റെ ആൻസർ എത്ര കിട്ടും? 1. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയുണ്ടോ? അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് വെച്ച് ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. അടുത്ത പ്രോബ്ലം ഇതാണ്: tan a plus b. tan a plus b into tan a minus b is equal to 1. Find tan 2a by 3. tan 2a by 3 കണ്ടുപിടിക്കുക. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് tan a plus b into tan a minus b is equal to 1 ആണെങ്കിൽ a plus b plus a minus b സമയം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? a plus b പ്ലസ് എ മൈനസ് ബി എന്നുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൽ ബി എ ബി ക്യാൻസൽ ആയി കഴിയുമ്പോൾ 2a സമയം എത്ര കിട്ടും? നമുക്ക് 90 ഡിഗ്രി. അപ്പൊ എ സമയം എത്ര കിട്ടും? നമുക്ക് 45 ഡിഗ്രി. അപ്പൊ നമുക്ക് നോക്കിയാൽ tan 2 into ഈ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 45 ഡിഗ്രി കൊടുക്കണം. അപ്പൊ നമുക്ക് tan 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് tan 30 ഡിഗ്രി. tan 30 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? tan 30 ഡിഗ്രിയുടെ വാല്യൂ 1. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ ഗുണം ചെയ്യും. അപ്പൊ ആ പ്രോപ്പർട്ടി ഏതാണ്? θ1 plus θ2 is equal to 90 ഡിഗ്രി. then tan θ1 into tan θ2 is equal to 1. അല്ലെങ്കിൽ cot θ1 into cot θ2 is equal to 1. തിരിച്ചു വന്നാലും tan θ1 into tan θ2 is equal to 1 ആണെങ്കിൽ θ1 plus θ2 എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. cot θ1 cot θ2 is equal to 1 ആണെങ്കിൽ θ1 plus θ2 എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഈ പോയിന്റ് ഉപയോഗിച്ച് ചില വാല്യൂസ് കാണാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും കേട്ടോ. ഓക്കെ.